അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് റോസാപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അപ്പം നമ്മുടെ റോസാ ചെടിയൊക്കെ ആകെ മുരടിച്ച് നിൽക്കുമായിരുന്നു. നമ്മളത് പ്രൂൺ ചെയ്തിട്ട് ചെറിയൊരു വളമൊക്കെ ചെയ്ത് നമ്മുടെ തന്നെ ഒരു ചെറിയൊരു ഫെർട്ടിലൈസറൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം നല്ല രീതിയിൽ നമുക്ക് അത് തളുത്ത് വന്നു, നിറച്ച് മുട്ടുകൾ വന്നു, നല്ല രീതിയിൽ പൂക്കളും തരുന്നുണ്ട്. അപ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അവസാനം നമ്മൾ അത് ഞാൻ ചെയ്ത ഫെർട്ടിലൈസർ എന്താണെന്ന് പറയുന്നതായിരിക്കും കേട്ടോ. സിമ്പിളാണ്. അപ്പം നമുക്ക് വീഡിയോ കാണാം. വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു റോസാണേ. നല്ല രസമാണ് കാണാനായിട്ട്. ഇതിന് മുഴുത്ത പൂവാകുന്ന കേട്ടോ. ഇതിപ്പോൾ തൈയൊക്കെ അപ്പടി അങ്ങോട്ട് ഉണങ്ങി നിൽക്കുമായിരുന്നു. നമ്മൾ പ്രൂൺ ചെയ്തിട്ട് നമ്മൾ കൂട്ട് വളം ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഒരു മുട്ടും കൂടി ഉണ്ട്. ഇത് വേറെ ഒരു റോസാണ്. നമുക്ക് ഇതിൽ നിറച്ച് മുട്ടുകളാകുന്നുണ്ട്. എല്ലാ ബ്രാഞ്ചിലും തന്നെ മുട്ടുകൾ ആകുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വേറെ ഒരു റോസാണ്. അതിന് ഒരു മഞ്ഞ കളർ വരും, പിന്നെ ഒരു ഓറഞ്ച് ശിരവും, പിന്നെ ചെറിയ റെഡ് കൂടിയതാണ് വരുവേ. ഇത് നമ്മുടെ നല്ല ഒരു വലിയൊരു ഓറഞ്ച് കളറ് ഉള്ള ഒരു പൂവാണ് കേട്ടോ. ഇവിടെ ഒരു പാഷൻ ഫ്രൂട്ട് മരം വളർന്നു വന്നിട്ടുണ്ട്. അതിൽ നിറച്ച് കായകളുണ്ട്, തന്നെ മുളച്ച് വന്ന കേട്ടോ. ഇത് വേറെ ഒരു കളറ് റോസ് ചെടിയാണ്. നിറച്ച് പൂവുണ്ടാവും. ഇതിന് രണ്ട് കളറാണ്. ആദ്യമേ ഇങ്ങനെ ഒരു കളർ വരും, പിന്നെ അത് വെള്ള കളറാകും, പിന്നെ അത് നല്ല പോലെ റോസ് കളറാകും. ഇതുണ്ട്, ഇതുപോലെ ആകുമേ. രണ്ടാമത്തെ കളറ് ഈ വെള്ള കളറായിരിക്കും കേട്ടോ. ഇത് നമ്മുടെ അടുത്തൊരു റോസാ പൂവാണ്. ഇതിപ്പം നമ്മൾ പൂണൊക്കെ ചെയ്ത് മരുന്നൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മുട്ടൊക്കെ വന്നപ്പോഴത്തേക്കും നിറച്ച് ഈ മുഞ്ഞാന്ന് പറഞ്ഞ സംഭവം വന്ന് കയറിയിട്ടുണ്ട്. എല്ലാ റോസയിലും ഉണ്ട്. ഇത് കളയാനുള്ള എന്തെങ്കിലും മരുന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതൊരു ബട്ടൺ റോസാണ്. ഒരു ലൈറ്റ് പിങ്ക് കളർ വന്നിട്ട് പിന്നെ അത് വൈറ്റ് ആകും. അങ്ങനെ ഉള്ളൊരു ബട്ടൺ റോസാണ്. നിറച്ച് പൂക്കും കേട്ടോ. ഇത് നമ്മുടെ വേറെ ഒരു റോസ ചെടിയാണ്. ഇത് ഇതുപോലെ തന്നെ റോസായിട്ട് വന്നിട്ട് നിറച്ച് പൂക്കും കേട്ടോ. ഇത് കണ്ടോ, നിറച്ച് പൂക്കളുണ്ടാകുന്ന റോസ ചെടിയാണ്. ഇതും അതുപോലെ തന്നെ നല്ല വൈറ്റ് പൂക്കളുള്ള ഒരു ചെറിയ റോസ ചെടി. അതിലൊക്കെ നമുക്ക് നിറച്ച് പൂക്കളുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു റോസയാണ്. നമ്മളിത് വെട്ടിയിട്ട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളത് ആ വളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോൾ നിറച്ച് പൂത്തു കേട്ടോ. ഇത് അതുപോലെ റോസ്, കുഞ്ഞ് ബട്ടർ റോസാണ്. ഇതിൽ നിറച്ച് മുട്ടുകളുണ്ട് കേട്ടോ. ഇതിലും അതുപോലെ ഈ മുഞ്ഞാന്ന് പറഞ്ഞ സംഭവമൊക്കെയാണ്. ഇതും അതുപോലെ നല്ല റോസ് കളറിലുള്ള ഒരു വലിയ റോസാപ്പൂ ഉണ്ടാകുന്ന ഒരു റോസാ ചെടി കേട്ടോ. ഇതിൽ 4-5 ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ നിറച്ച് എല്ലാത്തേലും ഓരോ മുട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കുത്തിപ്പൂക്കുന്ന ഒരു വള്ളി റോസാണ്. ഇത് നമുക്ക് എപ്പോഴും പൂക്കളുണ്ടായിക്കൊണ്ടിരിക്കുവേ. ഈ റോസാ ചെടി നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്തിട്ട് വളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല പോലെ പൂക്കളുണ്ടാവും കേട്ടോ. എല്ലാ ബ്രാഞ്ചസിലും ഉറച്ച് പൂക്കളായിരിക്കും. ഇതുണ്ടല്ലേ, ഇവിടെ ഓരോ ബ്രാഞ്ചസെല്ലാം തീർന്നു കഴിയുമ്പോഴത്തേക്ക് അടുത്ത ബ്രാഞ്ചസ് നിറച്ച് മുട്ടുകൾ വന്നു തുടങ്ങും. നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ട് നിറച്ച് എല്ലാ ബ്രാഞ്ചസേലും നിറച്ച് പൂക്കളായി വരുന്നു. വരുന്ന എല്ലാത്തിലും നിറച്ച് ഇത് മൊത്തം മുട്ടുകളാണ്.
നമ്മുടെ വേറെ ഒരു റോസാണിത്. നല്ല രസം കാണാൻ. 2 കളറാണ്. ഇതേലും ബഡുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ ഈ റോസാ ചെടിക്കൊക്കെ ഫോട്ടോ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും താണ്ടേ മഴവില്ലെന്നും പറഞ്ഞുകൊണ്ട് അവർ കിടന്ന് കാണുന്നുണ്ട്. മഴവില്ല് വന്നിട്ടുണ്ട്. മഴവില്ല് ചെറുതായിട്ട് കാണാം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു കേക്ക് കൊടുക്കാൻ പോയതാട്ടോ. ആ കേക്ക് കൊടുക്കാൻ പോയ വീട്ടിലെ കുഞ്ഞ് നമ്മുടെ കേക്കിന് വേണ്ടിയിട്ട് വളരെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് അത്. അവരെടുത്തിട്ട് നമുക്ക് ഐസ് തന്നാട്ടോ. ആ കേക്കിൻ്റെ പിക്ചറാട്ടോ ഇത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മൾ ചെയ്ത ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോമൂത്രം എടുക്കുക. 1 ലിറ്റർ ഗോമൂത്രം എടുത്തിട്ട് അത് 5 ലിറ്റർ അല്ലെങ്കിൽ 10 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് 10 ലിറ്റർ വെള്ളത്തിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ചെടികൾക്ക് പെട്ടെന്ന് ഇത് കുട്ടുപാടി പോകത്തൊന്നുമില്ല. അത് നല്ല 10 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. അത് വൈകുന്നേരം. അപ്പോൾ നമുക്ക് എല്ലാ ചെടികളും നിറച്ച് പൂക്കൾ തരും. എനിക്ക് റോസാ ചെടിയിൽ മാത്രമല്ല, അത് ഒരാൾ എനിക്ക് 10 മണി ചെയ്യാനായിട്ട് പറഞ്ഞു തന്നാ കേട്ടോ. അത് ഞാൻ ചുമ്മാ റോസാ ചെടിക്കും ചെയ്ത് നോക്കി. നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.